ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഗ്യാസ് ലോസും അതുപോലെ അക്വാ റീജിയൻ. ഈ രണ്ട് ടോപ്പിക്സുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് സൗണ്ട് ഓക്കെ അല്ലേ? PDF ഓക്കെ അല്ലേ? എന്തെങ്കിലും വേരിയേഷൻ ഉള്ളവർ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് എന്താണ് വാതക മർദ്ദം എന്നാണ്. അത് നമ്മൾ വാതക തന്മാത്രകളുടെ പ്രത്യേകതയൊക്കെ പറഞ്ഞിട്ട് ഗ്യാസ് ലോകളിലേക്ക് പോകാം. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, പാസ്കൽസ് ലോ, ഇങ്ങനെ കുറച്ച് നിയമങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അത് അതിൻ്റെ എക്സാമ്പിൾസ്, ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു എക്സാമിന്. പിന്നെ നമ്മൾ അക്വാ റീജിയെ കുറിച്ച് പഠിക്കും. അക്വാ റീജിയൻ കഴിയുകയാണെങ്കിൽ നമ്മൾ മൂലകങ്ങളെക്കുറിച്ചും പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഞാൻ റീജ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി എന്താണ് വാതകമർദ്ദം? വാതകമർദ്ദം അനുഭവപ്പെടുന്നതിന് കാരണം എന്ത്? വാതകത്തിൽ തന്മാത്രകളുടെ ക്രമരഹിതമായുള്ള ചലനം കാരണമാണ് ഇവ പരസ്പരം കൂട്ടിയിടിക്കുകയും വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തികൾ ചെന്നിടിക്കുകയും ഒക്കെ ചെയ്യും. ഇതാണ് മർദ്ദത്തിന് കാരണം. ആണ്? അപ്പോൾ നമ്മളിപ്പോൾ ഒരു പദാർത്ഥം വെക്കുന്നു. ഇതൊരു വാതകമാണെങ്കിൽ ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഇങ്ങനെ ദൂരെ ദൂരെ ആയിരിക്കും. നമുക്കറിയാം, വാതകമാണെങ്കിൽ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കും. ഓടി നടക്കുമ്പോൾ പരസ്പരം ഇടിക്കും. മൂലകങ്ങൾ പരസ്പരം ഇടിക്കും. ഈ പാത്രത്തിന്റെ അറ്റങ്ങളിൽ, വക്കുകളിലെല്ലാം പോയി ഇടിക്കും. അപ്പോൾ വാതകമർദ്ദത്തിന് കാരണം തന്മാത്രകൾ ക്രമരഹിതമായ ചലനമാണ്. ഈ ചലിക്കുന്നത്, ഈ ഭയങ്കരമായിട്ടുള്ള ഈ ചലനം കാരണം പരസ്പരം ഇടിക്കും. സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തികളിൽ ഇടിക്കും. ഇത് കാരണമാണ് എന്തുണ്ടാകുന്നത്? മർദ്ദം അനുഭവപ്പെടുന്നത്. ആണ്? ഇതാണ് വാതകമർദ്ദം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, പരസ്പരം കൂട്ടിമുട്ടും, ഈ വക്കുകളിൽ കൂട്ടിമുട്ടും. ഇതാണ് എന്തിന് കാരണം? നമ്മളുടെ വാതക മർദ്ദത്തിന് കാരണം. അല്ലേ? വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്റ്റിക സ്വഭാവമുള്ളതിനാൽ ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല. അപ്പൊ ഇലാസ്തികത ആയതുകൊണ്ട് ഈ കൂട്ടിമുട്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നില്ല? ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല. ഇലാസ്തിക സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഊർജ നഷ്ടം സംഭവിക്കാത്തത്. ഓക്കെയാണ്, ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല. ഇനി നമുക്ക് പറയേണ്ടത് വാതക തന്മാത്രകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിന് ഊർജം വളരെ കൂടുതലാണ് തന്മാത്രകൾക്ക്. ഇനി ഈ തന്മാത്രകൾ തമ്മിൽ വളരെ അകലത്തിലായിരിക്കും, പരസ്പരം ദൂരെ ദൂരെയാണ്. ഖരപദാർത്ഥങ്ങളാണെങ്കിൽ തിക്ലി പാക്ഡ് ആണ്, അടുത്തടുത്താണ്. ദ്രാവകമാണെങ്കിൽ കുറച്ചും കൂടെ അകലെയാണ്. വാതകം വരുമ്പോൾ വളരെ ദൂരെ ദൂരെയാണ്. ചലന സ്വാതന്ത്ര്യം ഭയങ്കര കൂടുതലാണ്. ഇനി തമ്മിലുള്ള ആകർഷണ ബലമോ? ഈ ഒരു തന്മാത്രയും അടുത്ത തന്മാത്രയും തമ്മിൽ വലിയ ആകർഷണം ഉണ്ടോ? ഇല്ല. ആകർഷണം ഉണ്ടായിരുന്നെങ്കിൽ അടുപ്പിച്ചിരുന്നേനെ. വലിയ ആകർഷണമൊന്നുമില്ല, രണ്ടുപേരും ദൂരെ ദൂരെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് മർദ്ദം പഠിച്ചെങ്കിൽ വ്യാപ്തം എന്താണ് എന്ന് പഠിക്കാം. മർദ്ദം എന്ന് പറയുമ്പോൾ എന്താണ് യൂണിറ്റ്? മർദ്ദം നമ്മൾ പാസ്കലിലൊക്കെ മർദ്ദത്തിന്റെ യൂണിറ്റ് പറയത്തില്ലേ? അന്തരീക്ഷ മർദ്ദമാണെങ്കിൽ ബാറിലൊക്കെ പറയത്തില്ലേ? ഓക്കെ, ഇനി എന്തായി? 5 ലിറ്റർ. അപ്പൊ ഈ കുഞ്ഞു പാത്രത്തിൽ വെച്ചാൽ ഇതാണ് ഇതിന്റെ വ്യാപ്തം. വലിയ പാത്രത്തിൽ വെച്ചാൽ 5 ലിറ്റർ പാത്രമായാൽ 5 ലിറ്ററായി വ്യാപ്തം. ഏത് പാത്രത്തിലോട്ടാണോ, എത്ര അളവിലുള്ള പാത്രത്തിലോട്ടാണോ ഇതിനെ മാറ്റുന്നത്, അതിനനുസരിച്ച് വ്യാപ്തം മാറും. നമുക്കറിയാം സിറിഞ്ച് അല്ലെ? സിറിഞ്ച് എടുത്ത് അതിന്റെ പിസ്റ്റൺ പിന്നിലേക്ക് വലിച്ചു വെക്കുകയും സിറിഞ്ചിന്റെ നോസിൽ അടച്ചു പിടിച്ചുകൊണ്ട് അമർത്തുകയും ചെയ്താൽ വായുവിന്റെ വ്യാപ്തം എന്ത് ചെയ്യും? വ്യാപ്തം കുറയും. അപ്പൊ നമ്മളിപ്പോൾ വാതക മർദ്ദം എന്താണെന്ന് പറഞ്ഞു. അത് പരസ്പരമുള്ള കൂട്ടിയിടിക്കൽ, അതുപോലെ വക്കുകളിലൊക്കെ കൂട്ടിയിടിക്കലാണ്. ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്, ഊർജം കൂടുതലാണ്, അകലം കൂടുതലാണ്, ആകർഷണബലം കുറവാണ് എന്ന് പറഞ്ഞു. വ്യാപ്തം എന്ന് വെച്ചാൽ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിനനുസരിച്ച് വ്യാപ്തം മാറിക്കൊണ്ടിരിക്കും. ഇനി വാതകത്തിന്റെ മർദ്ദം.
ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമുക്ക് മർദ്ദം എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ഡിവൈഡ് ബൈ പ്രതലത്തിന്റെ പരപ്പളവ് വിസ്തീർണം. ഇതിനെയാണ് യൂണിറ്റ് പരപ്പളവിലെ ബലം എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് പരപ്പളവിലെ ബലം എന്ന് പറയുന്നത് പ്രതലത്തിൽ എന്തുമാത്രം ബലം അനുഭവപ്പെട്ട് അത് ബൈ പരപ്പളവാണ്. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെ നമുക്ക് മർദ്ദം എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? വാതകമർദ്ദം എന്താണെന്ന് ചോദിച്ചാൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് മർദ്ദം എന്ന് പറയുന്നത്. യൂണിറ്റ് പരപ്പളവിലെ ബലം എന്ന് പറയുന്നത് പ്രതലത്തിൽ എന്തുമാത്രം ബലം അനുഭവപ്പെടുന്നു അത് ഡിവിഷൻ പ്രതലത്തിന്റെ വിസ്തീർണം പരപ്പളവ് ആണ്. ഇനി എന്താണ് താപനില? അപ്പൊ നമ്മൾ മർദ്ദം എന്താണെന്ന് കണ്ടു, പിന്നെയോ വാതകത്തിന്റെ മർദ്ദം കണ്ടു, വ്യാപ്തം കണ്ടു. വാതകമർദ്ദം എന്തുകൊണ്ടാണ് അനുഭവപ്പെടുന്നത് എന്നും പഠിച്ചു. ഇനി എന്താണ് താപനില എന്ന് നോക്കുകയാണ്. ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ലോസുകളിലേക്ക് പോകാം, ഓരോ നിയമങ്ങളിലേക്ക് പോകാം. അതിനാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് താപനില? ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ അതിന് ഗതികോർജമുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, 12mv² എന്നാണ് ഇക്വേഷൻ. എന്നാൽ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലിരിക്കുകയാണ്, അനങ്ങത്തില്ല എങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്, PE ആണ്. അപ്പൊ താപനില എന്ന് പറയുമ്പോൾ ഒരു വസ്തു ചലിക്കുന്നു, ചലനം മൂലം ഉണ്ടാകുന്ന ഊർജം ഗതികോർജം. ആ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവിനെയാണ് താപനില എന്ന് പറയുന്നത്. ചലിക്കുമ്പോഴാണല്ലോ ഗതികോർജം ഉണ്ടായത്. അപ്പൊ ശരാശരി ഗതികോർജത്തിന്റെ അളവിനെയാണ് നമ്മൾ താപനില, ടെമ്പറേച്ചർ, താപനില എന്ന് പറയുന്നത്. താപനിലയുടെ യൂണിറ്റ് SI യൂണിറ്റ് കെൽവിനാണ്. താപനില കെൽവിനാണ്. ഇനി വാതകത്തെ പിടിച്ച് ചൂടാക്കുമ്പോൾ നമുക്കറിയാം എന്ത് സംഭവിക്കും? താപനില കൂടും. ചൂടാക്കുമ്പോൾ താപനില കൂടും. വാതകത്തിന്റെ താപനില കൂടുന്നു, അപ്പൊ ചലനം എന്ത് സംഭവിക്കും? ചലന സ്വാതന്ത്ര്യം കൂടും, തന്മാത്രകളുടെ ചലന വേഗത കൂടും. അപ്പൊ ചലനവേഗം കൂടുമ്പോൾ ഊർജം കൂടുന്നു. അപ്പൊ നമ്മൾ താപനിലയെ കുറിച്ചാണ് പഠിച്ചത്. ചലനം മൂലമാണ് ഗതികോർജം ഉണ്ടാകുന്നത്. ശരാശരി ഗതികോർജത്തെയാണ് താപനില എന്ന് പറയുന്നത്. വാതകത്തെ ചൂടാക്കിയാൽ താപനില കൂടും. താപനില കൂടിയാലോ ചലനം കൂടും. ചലനം കൂടിയാൽ ഊർജവും കൂടും, തന്മാത്രകളുടെ ഊർജവും കൂടും. ക്ലിയർ ആണ്? ഇത്രയും മനസ്സിലായി? തന്മാത്രകളുടെ ഊർജവും കൂടും എന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്? അപ്പൊ നമ്മൾ എന്താണ് മർദ്ദം എന്ന് പഠിച്ചു. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് മർദ്ദം എന്ന് പറയുന്നത്. പരപ്പളവിലെ ബലം എന്താണെന്ന് ചോദിച്ചാൽ പ്രതലത്തിലുള്ള ടോട്ടൽ ബലം ബൈ പരപ്പളവിന്റെ ആ ഒരു ടോട്ടൽ പ്രതലത്തിന്റെ പരപ്പളവാണ്. പരപ്പളവ് എന്ന് വെച്ചാൽ വിസ്തീർണ, ഏരിയ എന്നൊക്കെ പറയാം. ഇനി വ്യാപ്തം എന്താണ്? സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ്. ഏത് പാത്രത്തിലിടുന്നു അതിനനുസരിച്ച് വാതകത്തിന്റെ വ്യാപ്തം മാറിക്കൊണ്ടിരിക്കും. 1 ലിറ്ററിലോ 5 ലിറ്ററിലോ ഒക്കെ വെക്കാം. വാതകമർദ്ദം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കൂട്ടിയിടിക്കൽ, ചലന സ്വാതന്ത്ര്യം മൂലമാണ് ഉണ്ടാകുന്നത്. താപനില എന്താണ്? ആകെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജമാണ്. ശരാശരി ഗതികോർജത്തെയാണ് നമ്മൾ താപനില എന്ന് പറയുന്നത്. ശരാശരി എന്ന് വെച്ചാൽ തുക ബൈ എണ്ണമാണ്. എല്ലാത്തിനെ പിടിച്ച് കൂട്ടി എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് ശരാശരി കിട്ടുന്നത്. വാതകത്തെ ചൂടാക്കിയാൽ താപനില കൂടും. താപനില കൂടിയാൽ ചലനം കൂടും. ചലനം കൂടിയാൽ ഊർജം കൂടും. എല്ലാം കൂടുകയാണ്. ഇനി വ്യാപ്തവും മർദ്ദവും നമ്മൾ നോക്കുകയാണ്. നമ്മളുടെ ഗ്യാസ് ലോയിലേക്ക് നമ്മൾ വരുന്നു. എന്താണ് വാതക നിയമങ്ങൾ എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. നമ്മൾ ബോയിൽ നിയമം പഠിക്കും, ചാൾസ് നിയമം പഠിക്കും, അവഗാട്രോ നിയമം പഠിക്കും, പാസ്കൽ നിയമം പഠിക്കും. ഈ 4 നിയമങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ചെറിയ നിയമം കൂടി പഠിക്കുന്നുണ്ട്. വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ ഒരു ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്രജ്ഞൻ കണ്ടെത്തി, റോബർട്ട് ബോയിൽ. നമ്മൾ പറഞ്ഞിരുന്നു കെമിസ്ട്രിയുടെ പിതാവാണ്, അയർലൻഡുകാരനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ.
അപ്പോൾ വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധമാണ് റോബർട്ട് ബോയിൽ കണ്ടുപിടിച്ചത്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദം വിപരീത അനുപാതത്തിലാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? വാതകത്തിന്റെ വ്യാപ്തം വി എന്ന് എഴുതാം, വോളിയം. ഇത് മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. മർദ്ദം എന്ന് വെച്ചാൽ പ്രഷറാണ്. വി പ്രൊപ്പോർഷണൽ ടു 1/p. വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. അപ്പൊ വോളിയം കൂടുന്നു, പ്രഷറിന് എന്ത് സംഭവിക്കും? കുറയും. പ്രഷർ കൂടിയാലോ വോളിയം കുറയും. അപ്പൊ തമ്മിൽ വിപരീത അനുപാതമാണ്. മർദ്ദം പി ആണ്, വ്യാപ്തം വി ആണ്. പി വി എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും അല്ലെ. പി ഈക്വൽ ടു വി, പി വി, പി ഇൻറ്റു വി എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. വ്യാപ്തം കുറഞ്ഞാൽ കൂട്ടിയിടി കൂടും, അതായത് മർദ്ദം കൂടും. വ്യാപ്തം കൂടിയാൽ മർദ്ദം കുറയും. അപ്പൊ എല്ലാ വാതകങ്ങളും ചെറുകണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനൊരു തെളിവ് കൂടിയാണിത്. ക്ലിയർ ആണ്? അപ്പൊ ഇതാണ് നമ്മളുടെ ബോയിൽസ് ലോ. എന്താണ് ബോയിൽസ് നിയമം എന്ന് പറയുന്നത്? ഒരു വാതകത്തിന്റെ വ്യാപ്തം അതിൽ അനുഭവപ്പെടുന്ന പ്രഷറിന് വിപരീത അനുപാതത്തിലാണ്. വി പ്രൊപ്പോർഷണൽ ടു 1/p ആണ്. അപ്പൊ പി ഇൻറ്റു വി എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യയാണ്. വോളിയം കൂടിയാൽ പ്രഷർ കുറയും, പ്രഷർ കൂടിയാൽ വോളിയം കുറയും. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായി? ക്ലിയർ ആണ്? ഓക്കെ ആണ്. അപ്പൊ എല്ലാ വാതകങ്ങളും ചെറുകണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനൊരു തെളിവ് കൂടിയാണ് ബോയിൽ നിയമം. ഇനി എക്സാമിന്റെ ഒരു സ്ഥിര ചോദ്യമുണ്ട്. അക്വേറിയത്തിൽ നിന്ന് കുമിളകൾ ഇങ്ങനെ വലുതായി പുറത്തേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നത്? ഇത് ബോയിൽ നിയമമാണ്. എന്താണ്? വി പ്രൊപ്പോർഷണൽ ടു 1/p ആണ്. ഇത് ഏത് നിയമമാണ്? ബോയിൽ നിയമമാണ്. ഇത് ബോയിൽ നിയമമാണ്. വി പ്രൊപ്പോർഷണൽ ടു 1/p. അപ്പൊ അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുക്കുമിള വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഇതിന് കാരണം ബോയിൽ നിയമമാണ്. അടുത്തത് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്. വി പ്രൊപ്പോർഷണൽ ടു 1/p എന്ന് പറയുന്ന നിയമം ഏതാണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നമ്മളുടെ ഒരു വാതക തന്മാത്ര ഇതിന്റെ മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ ചോദ്യം, നമ്മളുടെ ശരാശരി ഗതികോർജത്തിനെ വിളിക്കുന്ന പേരെന്ത്? ശരാശരി ഗതികോർജത്തെ വിളിക്കുന്ന പേരെന്ത്? ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യുക. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്? വാതക മർദ്ദം. വാതകത്തെ തന്മാത്രകൾ ക്രമരഹിതമായ ചലനം, പരസ്പരം കൂട്ടിയിടിക്കുന്നു, ഭിത്തികൾ ചെന്നിടിക്കുന്നു. ഇതാണ് മർദ്ദം. ഊർജ്ജ നഷ്ടമൊന്നും ഉണ്ടാവത്തില്ല. ഇടിച്ചെന്ന് പറഞ്ഞു. ഊർജം കൂടുതലാണ്, അകലം കൂടുതലാണ്, ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്, ആകർഷണ ബലം കുറവാണ്. ഏത് പാത്രത്തിലാണോ അതിനനുസരിച്ചിട്ടായിരിക്കും വ്യാപ്തം. വാതകത്തിന്റെ മർദ്ദം നോക്കിയാൽ ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. അപ്പൊ ബലം ബൈ പ്രതലത്തിന്റെ പരപ്പളവ്. താപനില എന്ന് പറയുന്നത് ശരാശരി ഗതികോർജമാണ്. വാതകത്തെ ചൂടാക്കിയാൽ താപനില കൂടും, താപനില കൂടിയാൽ ചലനം കൂടും, ചലനം കൂടിയാൽ ഊർജവും കൂടും, തന്മാത്രകളുടെ ഊർജവും കൂടും. അങ്ങനെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ഇക്വേഷനായ വി പ്രൊപ്പോർഷണൽ ടു 1/p വോളിയവും പ്രഷറും തമ്മിലുള്ള അനുപാതം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബോയിൽ നിയമത്തിന്റെ എക്സാമ്പിൾ എന്താണ്? നമ്മുടെ അക്വേറിയം കുമിളകൾ ഇങ്ങനെ വലുതായി വരുന്നു. അടുത്ത നിയമത്തിലേക്ക് വരുന്നു. ചാൾസ് നിയമമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏത് നിയമമാണ്? ചാൾസ് നിയമം. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്കസ് ചാൾസ് വിപുലീകരിച്ചത്. എന്താണ് ജാക്കസ് ചാൾസ് കണ്ടെത്തിയത്? ചാൾസ് നിയമം. മർദ്ദം സ്ഥിരമാണ്. ഇവിടെ മർദ്ദം എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ്. നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് നമ്മുടെ താപനില, കെൽവിൻ സ്കെയിലുള്ള താപനിലയ്ക്ക് നേർ അനുപാതത്തിലാണ്. അപ്പൊ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഈ വ്യാപ്തം
കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറിന് നേർ അനുപാതത്തിലാണ്, വി പ്രൊപ്പോർഷണൽ ടു ടി. അപ്പൊ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമുക്കൊരു കോൺസ്റ്റന്റ് ഉപയോഗിക്കാം. വി ബൈ ടി എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. വി ബൈ ടി ആണ് ഒരു സ്ഥിരസംഖ്യ. ഇതിന്റെ എക്സാമ്പിള്, വായു നിറച്ച ഒരു ബലൂണ് വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകും. കാര്യം വായു നിറച്ചിരിക്കുകയാണ്, ഇതിന്റെ വോളിയം കൂടും, ടെമ്പറേച്ചർ കൂടുന്നു. വെയിലത്ത് നല്ല ടെമ്പറേച്ചറാണ്, സൂര്യന്റെ താപം കൂടുന്തോറും ടെമ്പറേച്ചർ കൂടുന്തോറും വോളിയം വീണ്ടും കൂടും. വോളിയം കൂടി കൂടി അവസാനം ഇത് പൊട്ടിപ്പോകും. അപ്പൊ താപനില കൂടുമ്പോൾ വായുവിന്റെ വ്യാപ്തം കൂടും, ബലൂൺ വികസിക്കുന്നു, പൊട്ടുന്നു. ചാൾസ് നിയമം എന്താണ്? വി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും, വോളിയം കുറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. മർദ്ദം ഇവിടെ സ്ഥിരമാണ്. അപ്പോ വ്യാപ്തവും തന്മാത്രകളും തമ്മിലുള്ള എണ്ണത്തെക്കുറിച്ചും ഒരു നിയമം കണ്ടെത്തി. അതാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. അമേദിയോ അവഗാട്രോ ആണ് തന്മാത്രകളും വ്യാപ്തവും തമ്മിൽ ഒരു നിയമം കണ്ടെത്തിയത്. ഇത് വി പ്രൊപ്പോർഷണൽ ടു എൻ ആണ്. വി വ്യാപ്തം, എൻ മോളുകളുടെ എണ്ണമാണ്. എന്ന് മോളുകളുടെ എണ്ണമാണ്. അപ്പൊ അവഗാട്രോ നിയമം എന്താണ് എന്ന് ചോദിച്ചാൽ, താപനിലയും ഇവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് ആകുന്നത്? താപനില കോൺസ്റ്റന്റ് ആണ്, അതുപോലെ മർദ്ദവും സ്ഥിരമാണ്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വാതകങ്ങളുടെ വ്യാപ്തം എന്തിന് നേരനുപാതത്തിലായിരിക്കും? ഇത് ഈ തന്മാത്രകളുടെ എണ്ണത്തിന്, എന്നിന് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിരിക്കും, നേർ അനുപാതത്തിലാണ്. ക്ലിയർ ആണ്? അവഗാട്രോ നിയമം പിടികിട്ടിയോ? ക്ലിയർ ആണ്? അവഗാട്രോ നിയമം പിടികിട്ടിയോ? ഒരു അറ്റ്മോസ്ഫറിക് മർദ്ദത്തിലും 300 കെൽവിൻ താപനിലയിലും വാതകം നിറച്ചിരിക്കുന്ന ഘർഷണരഹിതമായ പിസ്റ്റൺ ഘടിപ്പിച്ച സിലിണ്ടറിനുള്ളിൽ മർദ്ദം കുറയുകയോ താപനില വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ സിലിണ്ടറിനുള്ളിലെ വാതകത്തിന്റെ വ്യാപ്തത്തിന് വ്യാപ്തം കൂടും. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ഒരു അറ്റ്മോസ്ഫറിക് മർദ്ദം, 300 കെൽവിൻ താപനില, വാതകം നിറച്ചിരിക്കുന്ന ഘർഷണരഹിതമായ പിസ്റ്റൺ ഘടിപ്പിച്ച സിലിണ്ടറിനുള്ളിൽ മർദ്ദം കുറയ്ക്കുകയോ താപനില വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ ഇതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം കൂടും. വ്യാപ്തം കൂടും. വി പ്രൊപ്പോർഷണൽ ടു എൻ ആണ്. എൻ എന്ന് പറയുന്നത് എത്ര തന്മാത്രകളുണ്ട് എന്നുള്ളതിന്റെ എണ്ണമാണ്. ഇവിടെ ആ മർദ്ദം 1 ആണ്. 1 ATM അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. കെൽവിൻ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി 300 കെൽവിൻ. ക്ലിയർ ആണ്? എന്നിട്ട് മർദ്ദം കുറയ്ക്കുകയോ താപനില കൂട്ടുകയോ ചെയ്താൽ ആ വാതകത്തിന്റെ വ്യാപ്തം കൂടും. താപനിലയും മർദ്ദവും സ്ഥിരമാണ്. വ്യാപ്തം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്തോട്ട് തന്മാത്രകൾ കൂട്ടിയാൽ മതി, അല്ലെ? വി പ്രൊപ്പോർഷണൽ ടു എൻ അല്ലേ? എന്ന് കൂട്ടിയാൽ വി ഓൾറെഡി കൂടിക്കോളും. എന്ന് കൂട്ടിയാൽ വി ഓൾറെഡി കൂടിക്കോളും. മനസ്സിലായി? അവഗാട്രോ എന്ന് പറയുമ്പോൾ ഏത് വ്യക്തിയാണ്? ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ്. ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ഈ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനെ കുറിച്ച് എല്ലാവർക്കും അവഗാട്രോ നമ്പർ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? എന്താണ് അവഗാട്രോ നമ്പർ? സൂക്ഷ്മകണികകളുടെ മാസ് കൃത്യമായി കണ്ടെത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് വെച്ചാൽ 1.67 10⁻⁻24 ഗ്രാം ആണ്. ആപേക്ഷിക മാസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇത് പ്രസ്താവിക്കുന്നത്. ഇനി നമ്മളുടെ അവഗാട്രോ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 6.022 × 10⁻23 ആണ് നമ്മളുടെ അവഗാട്രോ നമ്പർ. അവഗാട്രോ നിയമം അനുസരിച്ച് താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കണം. അപ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം കൂട്ടണമെങ്കിൽ നമുക്ക് തന്മാത്രകളുടെ എണ്ണം കൂട്ടിയാൽ മതി. തന്മാത്രകളുടെ എണ്ണം കൂട്ടിയാൽ മതി. ക്ലിയർ ആണ്? ഡൗട്ട് ഉണ്ടോ? നമ്മളിപ്പോൾ 3 നിയമമാണ് പഠിച്ചത്. ഞാൻ ചോദിക്കുന്നു, നമ്മളുടെ അക്വേറിയത്തില് കുമിളകൾ വലിപ്പം കൂടി വരുന്നു. ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അക്വേറിയത്തിലെ കുമിളകൾ കൂടി വരുന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ആൻസർ എന്താണ്? ബോയിൽ നിയമം. അടുത്ത ചോദ്യം ഇതാണ്. വി പ്രൊപ്പോർഷണൽ ടു 1/p ഏത് നിയമമാണ്? വി പ്രൊപ്പോർഷണൽ ടു 1/p ഏത് നിയമമാണ്?
നമ്മുടെ ആൻസർ എന്താണ്? അത് ബോയിൽ നിയമമാണ്. ഇനി നമ്മളുടെ വെയിലത്ത് വെച്ചിരിക്കുന്ന ബലൂൺ വികസിച്ച് പൊട്ടുന്നു. ഏത് നിയമമാണ് വെയിലത്ത് വെച്ചിരിക്കുന്ന ബലൂൺ വികസിച്ച് പൊട്ടുന്നത്? ജിനു പറഞ്ഞേ, ഏത് നിയമമാണ്? ഹായ് അശ്വതി, കമന്റുകൾ വേഗം പോരട്ടെ. വെയിലത്ത് വെച്ചിരിക്കുന്ന ബലൂണുകൾ പൊട്ടുന്നു. വെയിലത്ത് വെച്ചിരിക്കുന്ന ബലൂണുകൾ പൊട്ടുന്നതിന് കാരണം ചാൾസ് നിയമമാണ്. വി പ്രൊപ്പോർഷണൽ ടു ടി. ഇനി നമുക്ക് വ്യാപ്തം കൂട്ടണം. ഒരു സ്ഥിരമായ ടെമ്പറേച്ചർ പ്രഷറിൽ എനിക്ക് വ്യാപ്തം കൂട്ടണമെന്ന് തോന്നിയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്മാത്രകളെ ആഡ് ചെയ്ത് കൊടുത്ത് തന്മാത്രകളുടെ എണ്ണം കൂട്ടിയാൽ മതി. വ്യാപ്തം ഓട്ടോമാറ്റിക്കലായി കൂടിക്കോളും. വ്യാപ്തം ഓട്ടോമാറ്റിക്കലായി കൂടിക്കോളും. ക്ലിയർ അല്ലേ? പിടികിട്ടി? അപ്പൊ നമ്മൾ ബോയിൽ നിയമം പഠിച്ചു, ചാൾസ് നിയമം കണ്ടു, ബി പ്രൊപ്പോർഷണൽ ടു ടി. ഇപ്പോ നമ്മൾ മറ്റൊരു കാര്യം കണ്ടു. എന്താണ്? അവഗാഡ്രോ നിയമമാണ്. ഇനി നമ്മളുടെ ബോയിൽ നിയമത്തിന്റെ ഗ്രാഫ് ചോദിച്ചാൽ എങ്ങനെ വരയ്ക്കും? ഇപ്പൊ ചാൾസ് നിയമമാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞുകൂടെ, വി പ്രൊപ്പോർഷണൽ ടു ടി അല്ലേ? അപ്പൊ എങ്ങനെ ഇരിക്കും ഗ്രാഫ്? ഇപ്പോ ഇത് വോളിയം, ഇത് ടെമ്പറേച്ചറും ഇത് വോളിയവുമാണെങ്കിൽ വി കൂടുന്നതിനനുസരിച്ച് ടി ഇങ്ങനെ കൂടിക്കൂടി പോകും. ഇതാണ് വോളിയം ടെമ്പറേച്ചർ നമ്മളുടെ ചാൾസ് നിയമത്തിന്റെ ഗ്രാഫ്. മറ്റേത് ഇങ്ങനെ തിരിഞ്ഞു വരും. അതായത് നമ്മളുടെ പിയും വിയും വിപരീത അനുപാതത്തിലല്ലേ, തിരിഞ്ഞ് താഴോട്ട് വരും. ക്ലിയർ ആണ്? അവഗാഡ്രോ നിയമവും ഇത് രണ്ടും നേർ അനുപാതത്തിലാണ്. വി പ്രൊപ്പോർഷണൽ ടു എൻ ആയിരിക്കും. വി പ്രൊപ്പോർഷണൽ ടു എൻ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്കൽസ് ലോയെ കുറിച്ചാണ്. എന്താണ് പഠിക്കാൻ പോകുന്നത്? പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? കേട്ടിട്ടുണ്ടോ പാസ്കൽ നിയമം? നമ്മൾ പേസ്റ്റ് ഒക്കെ തീർന്നു പോയാൽ എന്ത് ചെയ്യും? അറ്റത്തൊക്കെ പിടിച്ച് ഇങ്ങനെ ഞെക്കി ഞെക്കി എടുക്കും അല്ലേ? ആ സാധനമാണ് പാസ്കൽ നിയമം. നമ്മൾ ഈ പേസ്റ്റ് തീരുമ്പോൾ ഞെക്കി ഞെക്കി ഇങ്ങനെ എടുക്കത്തില്ലേ? ഇതിനെയാണ് നമ്മൾ പാസ്കൽ നിയമം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പാസ്കൽ നിയമം? ഒരു സമൃദ്ധ വ്യൂഹത്തിൽ ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്ന രീതിയാണ് പാസ്കൽ നിയമം. അപ്പൊ നമ്മളിത് ഇവിടെ ഒരു ബലം കൊടുത്തു, ഒരു മർദ്ദം കൊടുത്തു. ഇവിടെ ബലം ഞെക്കിയപ്പോൾ ഇവിടെ മുഴുവനും ഒരുപോലെ ബലം അപ്ലൈ ആയി. ഇവിടുന്ന് പേസ്റ്റ് വന്നു. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവിടെ ഞെക്കിയാൽ മതി, ഇവിടെ ഞെക്കിയാൽ മതി, ഇവിടെ ഞെക്കിയാൽ മതി. എവിടെയെങ്കിലും ഒരിടത്ത് കൊടുക്കുന്ന ബലം ഈക്വലായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നു, റിസൾട്ടും ഉണ്ടാകും. ഇതാണ് പാസ്കൽ നിയമം. അപ്പൊ സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ഈ ദ്രാവകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ അനുഭവപ്പെടുന്നതിനെയാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. അപ്പൊ നിശ്ചലാവസ്ഥയിലുള്ള ദ്രവം ഓരോ ഉയരത്തിലുള്ള എല്ലാ ബിന്ദുക്കളിലും ഒരേ മർദ്ദമായിരിക്കും. അപ്പോൾ ഒരു നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ മർദ്ദമാണ് എന്ന് പറഞ്ഞത് ആരാണ്? പാസ്കൽ നിയമമാണ്. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും പാസ്കൽ നിയമമാണ്. നമ്മൾ മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് ദ്രാവകങ്ങളുടെ വ്യാപ്തം ഒന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഒരിടത്ത് കൊടുത്താൽ എല്ലായിടത്തും ഈക്വലായിട്ട് അപ്ലൈ ആകും. അല്ലാണ്ട് നമുക്ക് മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് വ്യാപ്തത്തെ പിടിച്ച് കുറച്ചു വെക്കാൻ പറ്റില്ല എന്ന് ഇത് ദ്രാവകത്തിന്റെ കാര്യമാണ് കേട്ടോ. ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ പറ്റില്ല എന്ന് പ്രസ്താവിക്കുന്നത് പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഇതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? എക്സാമിന് ചോദ്യമാണ് ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ്. ഇവിടെ ഒക്കെ മർദ്ദവിനിമയത്തിന് ദ്രവങ്ങളെ ഉപയോഗിക്കുന്നു. ഇതൊക്കെ പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് ജാക്ക് ഉണ്ട്, ഹൈഡ്രോളിക് ബ്രേക്ക് ഉണ്ട്, ഹൈഡ്രോളിക് പ്രസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ജാക്ക്. ഇതൊക്കെ എന്താണ്? പാസ്കൽ നിയമമാണ്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യത്തില്ലേ? ഹൈഡ്രോളിക് ബ്രേക്ക് നമ്മുടെ വാഹനത്തിൽ ബ്രേക്ക് കൊടുക്കുമ്പോൾ എൻറ്റർ വണ്ടി ഒരുമിച്ച് നിൽക്കുമല്ലേ? അല്ലാണ്ട് ഫ്രണ്ട് ടയർ മാത്രം നിൽക്കുവാണോ? അല്ല, എൻറ്റർ വണ്ടി മുഴുവനുമാണ് പ്രവർത്തിക്കുന്നത്. അതാണ് പാസ്കൽ നിയമം. ഏതെങ്കിലും ഒരറ്റത്ത് ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എല്ലായിടവും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതിനെയാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. പാസ്കൽ നിയമം ആരാണ് പ്രസ്താവിച്ചത്? നമ്മുടെ ആൻസർ പാസ്കൽ എന്ന ശാസ്ത്രജ്ഞനാണ്.
ബ്ലെയ്സ് പാസ്കൽ. ഇദ്ദേഹം കണക്ക് കൂട്ടൽ യന്ത്രമായ പാസ്കൽ കാൽക്കുലേറ്ററും കണ്ടുപിടിച്ചിട്ടുണ്ട്. ബ്ലെയ്സ് പാസ്കൽ ആണ് കണക്ക് കൂട്ടൽ യന്ത്രമായ ബ്ലെയ്സ് പാസ്കൽ ആണ് ഈ യന്ത്രം പാസ്കൽ എന്ന് പറയുന്ന കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത്. അപ്പൊ പാസ്കൽ നിയമം മർദ്ദം എന്ന് വെച്ചാൽ പ്രതലബലം ബൈ വിസ്തീർണമാണ്. പ്രതലബലം ബൈ വിസ്തീർണമാണ് മർദ്ദം. ക്ലിയർ ആണ്? പ്രതലബലം ബൈ വിസ്തീർണം. ഇനി എക്സാമിന് ചോദിച്ചു ഫ്ലഷ് ടാങ്ക് പ്രവർത്തന തത്വം എന്താണ്? ഫ്ലഷ് ടാങ്ക് നമ്മളുടെ പാസ്കൽ നിയമമാണ്. പിന്നെ ചോദിച്ചു മണ്ണുമാന്തി യന്ത്രം എക്സ്കവേറ്റർ, ഇതും പാസ്കൽ നിയമമാണ്. അപ്പൊ ഫ്ലഷ് ടാങ്ക് ഉണ്ട്, മണ്ണുമാന്തി യന്ത്രം ഉണ്ട്. നമ്മൾ ഒരറ്റത്ത് ഇങ്ങനെ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് വെള്ളം വരികയാണ്. എല്ലായിടവും ഒരുപോലെ ആയിരിക്കും ഫ്ലഷ് ടാങ്കിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നത്. അതുപോലെ മണ്ണുമാന്തി യന്ത്രം അതുപോലെയാണ്. ഒരിടത്ത് ബലം കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപോലെയാണ് മണ്ണുമാന്തി എടുക്കുന്നത്. അപ്പൊ ഇത് രണ്ട് എക്സാമിന്റെ ചോദ്യമാണ്. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ് എല്ലാവർക്കും അറിയാം പാസ്കൽ നിയമമാണ്. മണ്ണുമാന്തി യന്ത്രം പാസ്കൽ നിയമമാണ്. ഈ കഴിഞ്ഞ 2022 ചോദിച്ചതാണ്. ഫ്ലാഷ് ടാങ്ക്, നമ്മുടെ ഫ്ലഷ് ടാങ്കിലെ നമ്മൾ ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്യത്തില്ലേ, ആ ഫ്ലഷ് ടാങ്ക് ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു ചെറിയ ബലം അപ്ലൈ ചെയ്യുന്നു, വെള്ളം വരുന്നു. അപ്പൊ ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തനം നമുക്ക് പറയാം പാസ്കൽ നിയമമാണ്. അപ്പൊ 3-4 നിയമങ്ങൾ നമ്മൾ പഠിച്ചു. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം. ഇപ്പൊ നമ്മൾ പഠിച്ചു പാസ്കൽ നിയമം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതുമായി അല്ല, വേറൊരു നിയമമാണ്. നമ്മുടെ ബെർണോളി എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബെർണോളി തിയറം. ബെർണോളി എന്ന വ്യക്തിയാണ് നിർദ്ദേശിച്ചത്. വായു വേഗത്തിൽ ചലിക്കുന്നു, അപ്പൊ മർദ്ദം കുറയും. വായു ഭയങ്കര സ്പീഡിൽ ചലിച്ചാൽ മർദ്ദം എന്ത് ചെയ്യും? കുറയും. വായു ഭയങ്കര വേഗത്തിൽ ചലിച്ചാൽ മർദ്ദം കുറയും. ഇതാണ് ബെർണോളി എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. വായു വേഗത്തിൽ ചലിക്കുന്നു, മർദ്ദം അങ്ങ് കുറഞ്ഞു. ഇതാണ് ബെർണോളിയുടെ തത്വം. ഇതിനെയാണ് എന്ത് പറയുന്നത്? ബെർണോളിയുടെ തത്വം, ബെർണോളി പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഭയങ്കര വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം നിങ്ങൾക്കറിയാലോ, വിമാനം അല്ലെ, റോക്കറ്റ്, വിമാനമൊക്കെ ഇല്ലേ. ഇത് വേഗത്തിൽ സഞ്ചരിക്കുന്നു, പക്ഷികൾ വേഗത്തിൽ പറക്കുന്നു. ഇവരുടെയൊക്കെ ആകൃതി ഇങ്ങനെ വരാൻ കാരണം ബെർണോളി തത്വമാണ്. കാറിന്റെ എയറോഡൈനാമിക്സ്. അപ്പൊ ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദമാണ് ദ്രാവകമർദ്ദം. ഇത് അളക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു, ആഴം കൂടുമ്പോൾ ദ്രാവകമർദ്ദവും കൂടുന്നു. അപ്പൊ നമ്മള് വാതക നിയമങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെ പഠിച്ചു? വാതക നിയമങ്ങൾ 4 പഠിച്ചോളൂ. വാതകത്തിന്റെ നിയമങ്ങൾ: ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, പാസ്കൽ നിയമം. പിന്നെ നമ്മൾ പാസ്കലും കൂടെ പഠിച്ചു. വായു ഇങ്ങനെ വേഗത്തിൽ ചലിച്ചാൽ മർദ്ദം കുറയും അല്ലെ. നമ്മൾ വാതകം മർദ്ദം കുറയുന്ന കാര്യം പഠിച്ചു. ബെർണോളി പ്രിൻസിപ്പിൾ ആണിത്. വിമാനത്തിന്റെ ഷേപ്പ്, പക്ഷികളുടെ ഷേപ്പ് ഒക്കെ അങ്ങനെ ഇരിക്കുന്നതിന് കാരണം ബെർണോളി തിയറിയാണ്. ക്ലിയർ ആണ്? കാറിന്റെ എയറോഡൈനാമിക്സ് ഇതിന് എക്സാമ്പിൾ ആണ്. ഇത്രയും പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നിയമങ്ങൾ ഇത്രയും പഠിച്ചു. ഇനി നമുക്ക് എന്താണ് അക്വാറീജിയ എന്ന് പഠിക്കാം. എന്താണ് അക്വാറീജിയ എന്ന് പഠിക്കാം. അപ്പൊ ഞാൻ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം: V പ്രൊപ്പോർഷണൽ ടു 1/P. നിങ്ങൾ ഏത് നിയമം പറയും? V പ്രൊപ്പോർഷണൽ ടു 1/P കണ്ടാല് ബോയിൽ നിയമം. V പ്രൊപ്പോർഷണൽ ടു T എന്ന് കണ്ടാലോ ചാൾസ് നിയമം. V പ്രൊപ്പോർഷണൽ ടു N എന്ന് കണ്ടാലോ അവഗാഡ്രോ നിയമം. നിങ്ങൾ ടൂത്ത് ബ്രഷോ, മണ്ണുമാന്തി യന്ത്രമോ, ഹൈഡ്രോളിക് ജാക്കോ, ഹൈഡ്രോളിക് ബ്രേക്കോ, ഹൈഡ്രോളിക് പ്രസ് ഒക്കെ കണ്ടാൽ എക്സാമ്പിൾ എന്ത് പറയും? ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയും? ഇത് പാസ്കൽ നിയമത്തിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഈസി ടോപ്പിക് ആണല്ലേ, എല്ലാവർക്കും പണ്ട് മുതലേ വ്യക്തമായതാണ്. പണ്ട് എപ്പോഴും എക്സാമുകളുടെ ഒരു സ്ഥിര ചോദ്യം കൂടിയാണിത്. ഇനി നമ്മൾ എന്താണ് അക്വാറീജിയ എന്ന് പഠിക്കാം. ഓക്കെ, കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. സ്വർണം അലിയുന്ന ദ്രാവകം, ഇതാണ് അക്വാറീജിയ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അക്വാറീജിയ എന്ന പദം ഒരു ലത്തീൻ ഭാഷയാണ്, ലാറ്റിൻ. രാജദ്രാവകം എന്നാണ് ഇതിന്റെ മലയാളം. അക്വാറീജിയയുടെ മലയാളം എന്താണ്? രാജദ്രാവകം. അതായത് രാജകീയ ലോഹമാണ്, ലോഹങ്ങളുടെ തന്നെ രാജാവ് എന്നറിയപ്പെടുന്ന സ്വർണം. ഇതിനെ അലിയിക്കുന്നു, അതുകൊണ്ടാണ് രാജദ്രാവകം എന്ന് പറയുന്നത്. സ്വർണത്തെ അലിയിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് രാജദ്രാവകം എന്ന് പറയുന്നത്.
അപ്പൊ അക്വാറീജിയ എന്ന് പറയുന്നത് ലത്തീൻ ഭാഷയാണ്. രാജദ്രാവകം എന്നാണ് അക്വാറീജിയ എന്ന പദത്തിന്റെ അർത്ഥം. ലോഹങ്ങളുടെ രാജ പദവിയിലുള്ളതാണ് സ്വർണം. സ്വർണത്തെ ലയിപ്പിക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ടാണ് അക്വാറീജിയെ രാജദ്രാവകം എന്ന് പറയുന്നത്. ഇനി എന്താണ് അക്വാറീജിയ? സ്വർണത്തെ മാത്രമാണോ? പ്ലാറ്റിനം, പലേഡിയം ഇങ്ങനത്തെ ഉത്കൃഷ്ട ലോഹങ്ങളുടെ ലായകത്തെയാണ് അക്വാറീജിയ എന്ന് പറയുന്നത്. അക്വാറീജിയയുടെ IUPAC നെയിം എന്താണ്? രാജദ്രാവകം അക്വാറീജിയ. ഇതിന്റെ IUPAC നെയിം നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ്. നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് ഇതിന്റെ ഒരു IUPAC ശാസ്ത്രീയമായ കറക്റ്റ് പേര്. അക്വാറീജിയ രാജദ്രാവകം. സ്വർണത്തെ ലയിപ്പിക്കുന്നു, പ്ലാറ്റിനത്തെ ലയിപ്പിക്കുന്നു, പലേഡിയത്തെ ലയിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കഴിവുള്ള ഈ ഒരു ദ്രാവകമാണിത്. ഇനി സ്വർണത്തിനുമായിട്ട് യാതൊരു പ്രവർത്തനവും നടത്താത്ത ഒരു സാധനമാണ് നമ്മുടെ ജലം, വെള്ളം. ചെമ്പ്, സ്വർണം, വെള്ളി, ഇതിനകത്തൊന്നും ഇത് പ്രവർത്തിക്കത്തില്ല, പ്ലാറ്റിനം. അതുകൊണ്ടല്ലേ നമുക്ക് ധൈര്യമായിട്ട് സ്വർണ്ണമൊക്കെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളമൊക്കെ ഒഴിച്ച് സൂപ്പറായിട്ടൊക്കെ നടക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിലെങ്ങാനും ഇത് പ്രവർത്തിച്ചാൽ നമുക്ക് സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സ്വർണം ലയിപ്പിക്കുന്ന ഒരു ദ്രാവകത്തെ നമ്മൾ കാണുകയാണ്. അതിന്റെ പേരെന്താണ്? രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന അക്വാറീജിയാണ്. നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്, IUPAC നെയിം. എന്താണ് ഈ HCl? കണ്ടോ, HCl എന്ന് വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. HNO3 എന്ന് വെച്ചാൽ എന്താ? HNO3 നൈട്രിക് ആസിഡ് ആണ്. HNO3 നൈട്രിക് ആസിഡ് ആണ്. അപ്പൊ ഗാഢ നൈട്രിക് ഹൈഡ്രോക്ലോറിക് അമ്ലങ്ങൾ ഏത് അംശബന്ധത്തിലാണ് ചേരേണ്ടത്? എപ്പോഴും ചോദിക്കാറുണ്ട്. 1:3 എന്ന അംശബന്ധത്തിലാണ്. HClഉം HNO3യും തമ്മിൽ 1:3 എന്ന അംശബന്ധമുണ്ട്. ഈ അംശബന്ധം എപ്പോഴും ചോദിക്കാറുണ്ട്. HCl 1ഉം HNO3 3 എന്ന അംശബന്ധത്തിലുമാണ്. കണ്ട, 100ഉം 300ഉം എടുത്തേക്കുന്നത്. അപ്പൊ ഗാഢ നൈട്രിക് ഹൈഡ്രോക്ലോറിക് അമ്ലങ്ങൾ 1:3 എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്താലാണ് അക്വാറീജിയ കിട്ടുന്നത്. നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡും HNO3യും 1:3 എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് ലഭിക്കും? അക്വാറീജിയ കിട്ടും. അക്വാറീജിയയിൽ ക്ലോറൈഡ് അയോണിന്റെ സാന്ദ്രത ഭയങ്കര കൂടുതലാണ്. ക്ലോറൈഡിന്റെ സാന്ദ്രത കൂടുതലാണ്. ഈ അയോണുകളെ ലോഹത്തോട് ചേർന്ന് സാമാന്യം സ്ഥിരതയുള്ള ഒരു അയോൺസ് ലഭ്യമാക്കും. ക്ലിയർ ആണ്? ഇനി ചില ഇരുമ്പയിര്, ഫോസ്ഫേറ്റ്, ശിലകള്, ചില ലോഹ ഡ്രോസ് എന്നൊക്കെ പറയുന്ന ലോഹ കൂട്ടുകള്, മിശ്ര ലോഹങ്ങൾ, അലോയ്സ് ഒക്കെ ഈ ലായകത്തിൽ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. സ്വർണത്തെയോ പ്ലാറ്റിനത്തെയോ ഇറിഡിയത്തെയോ മാത്രമല്ല, ചില ഇരുമ്പയിരിനെ, ഫോസ്ഫേറ്റിനെ, ശിലയൊക്കെ ലയിപ്പിക്കാനുള്ള കഴിവ് ഈ അക്വാറീജിയത്തിനുണ്ട്. അതുപോലെ കർത്തീയം, രസം, ആന്റിമണി, കൊബാൾട്ട് ഇതിന്റെയൊക്കെ സൾഫൈഡ്സിനും ഇതിനെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. രാസവിശ്ലേഷണ പ്രക്രിയയിൽ ഇത് വളരെ പ്രയോജനം ചെയ്യുന്നു. കാര്യം ഒരുപാട് സാധനങ്ങൾ ലയിപ്പിച്ച് മാറ്റാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇനി ഇറിഡിയം, റുഥീനിയം, റോഡിയം ഇതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഇതിനകത്ത് അലിഞ്ഞു ചേരുകയുള്ളൂ. ഇറിഡിയം, അതുപോലെ തന്നെ റുഥീനിയം, റോഡിയം ഇതൊക്കെ വളരെ കുറച്ച് അലിഞ്ഞ് ചേരുകയുള്ളൂ. അപ്പൊ അക്വാറീജിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ശുദ്ധമായ 99.999% ശുദ്ധമായ സ്വർണം, പ്ലാറ്റിനം ഒക്കെ ഉൽപ്പാദിപ്പിക്കാനാണ് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇനി വോഹൽവിൽ എന്നറിയപ്പെടുന്ന പ്രക്രിയയിലൂടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് സ്വർണം നിർമ്മിക്കാൻ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ക്ലോറോ ഓറിക് ആസിഡിന്റെ ജലലായനിയാണിത്. ഇനി അക്വാറീജിയയിലെ സ്വർണം ലയിപ്പിച്ച് ചേർത്ത് ആ ലായനിയെ സാവധാനം ബാഷ്പീകരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുണ്ടാക്കുന്നത്, ക്ലോറോ ഓറിക് ആസിഡ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, എന്താണ് അക്വാറീജിയ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി. HClന്റെയും HNO3യുടെയും ഒരു സംയുക്തമാണ്. HClഉം HNO3യും 1:3. തിരിച്ചാണെങ്കിലോ HNO3 HClന്നോ അങ്ങനെയും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 3:1 ആണ്. അപ്പൊ സ്വർണം, പ്ലാറ്റിനം, പലേഡിയം ഇതിനെയൊക്കെ ലയിപ്പിച്ച് ചേർക്കാനുള്ള കഴിവുള്ളതാണ് അക്വാറീജിയ. ഇത് എന്താണ്? നൈട്രോ ഹൈഡ്രോ ക്ലോറിക് ആസിഡ്.
ലത്തീൻ ഭാഷയാണ്. രാജദ്രാവകം എന്നാണ് അർത്ഥം. രാജകീയ ലോഹം സ്വർണത്തെ അലിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഈ ഒരു പേര് കിട്ടിയത്. ശുദ്ധമായ സ്വർണം 99.99% ശുദ്ധമായ സ്വർണം ഉണ്ടാക്കാൻ അക്വാ റീജിയ ഉപയോഗിക്കുന്നു. ഇറിഡിയം, റുഥീനിയം, റോഡിയം ഇതൊക്കെ എന്നീ ലോഹങ്ങൾ വളരെ കുറവായിട്ടേ അലിയുകയുള്ളൂ. അതൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ? കുഞ്ഞായിട്ടേ അലിയുകയുള്ളൂ. സ്വർണം അലിയും. അക്വാ റീജിയയിൽ ക്ലോറൈഡ് അയോണിന്റെ സാന്ദ്രത കൂടുതലാണ്. ഒരു സ്ഥിരതയുള്ള അയോൺ ലഭ്യമാകുന്നുണ്ട്. ക്ലിയർ ആണ്. ഇരുമ്പയിര്, ഫോസ്ഫേറ്റ്, ശില, ലോഹം, മിശ്രലോഹങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് ലയിക്കുന്നുണ്ട്. കറുത്തീയം, രസം, ആന്റിമണി, കൊബാൾട്ട് ഇതിൻ്റെയൊക്കെ സൾഫൈഡ്സും ഇതിൽ അലിയിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ രാസവിശ്ലേഷണ പ്രക്രിയയിൽ ഇതൊക്കെ വളരെയധികം ഉപയോഗിക്കുന്നു. ക്ലിയർ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്താണ് അക്വാ റീജിയ എന്ന് ചോദിക്കും. ഇത് കണ്ടോ സ്വർണത്തിനെ ലയിപ്പിക്കുന്നത്. ക്ലിയർ ആണ്. ഇതാണ് അക്വാ റീജിയ എന്ന് പറയാനുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടിയോ? എപ്പോഴും PSC ഒരു അംശബന്ധമാണ് ചോദിക്കുന്നത്. പിന്നെ ഏതൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് അക്വാ റീജിയ ഉണ്ടാകുന്നത്, എന്തിനെയാണ് ലയിപ്പിക്കുന്നത്, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ വാതക നിയമങ്ങൾ പഠിച്ചു, ഗ്യാസ് ലോസ് പഠിച്ചു, ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം തുടങ്ങി പാസ്കൽ നിയമം ഇതൊക്കെ നമ്മൾ പഠിച്ചു. ക്ലിയർ? ഇപ്പം നമ്മൾ അക്വാ റീജിയ എന്താണ് എന്ന് കണ്ടു. ഇത്രയൊക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പം നമ്മളുടെ 2 ടോപ്പിക് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് കഴിഞ്ഞു. ഇനി ഞാൻ പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. എലമെന്റ്സ്, നമ്മളുടെ മൂലകങ്ങൾ. ഏത് ടോപ്പിക്കാണ് ഇനി പഠിക്കാൻ പോകുന്നത്? മൂലകങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ചോദ്യം, V പ്രൊപ്പോർഷണൽ ടു N ഏത് നിയമമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്ത ചോദ്യം, V പ്രൊപ്പോർഷണൽ ടു 1/P ഏത് നിയമം? ഇനി V പ്രൊപ്പോർഷണൽ ടു T ഏത് നിയമം? എല്ലാവരും ഉത്തരങ്ങൾ എഴുതുക. നാലാമത്തെ ചോദ്യം, നമ്മളുടെ അക്വേറിയം എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? അടുത്ത ചോദ്യം, ബലൂണ് വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? ക്ലിയർ ആണ്. ഇനി HCl HNO3 അംശബന്ധം എങ്ങനെയാണ്? അടുത്തത്, രാജദ്രാവകം എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ലിയർ ആണ്. ഇത്രയും മനസ്സിലായി. 99.9% സ്വർണം, ശുദ്ധീകരിച്ച സ്വർണം കണ്ടെത്താൻ ഏത് രീതി ഉപയോഗിക്കാം? അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു N അവഗാഡ്രോ, V പ്രൊപ്പോർഷണൽ ടു 1/P ബോയിൽ, V പ്രൊപ്പോർഷണൽ ടു T എന്ന് പറയുമ്പം ഏതാണ്? ചാൾസ് നിയമം. അക്വേറിയം ബോയിൽ നിയമത്തിന് എക്സാമ്പിൾ, ബലൂണ് വികസിച്ച് പൊട്ടുന്നത് ചാൾസ് നിയമത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണ്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി. ഇനി എന്താണ് മൂലകങ്ങൾ എന്ന് പഠിക്കാൻ പോവുകയാണ്. രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ്. മൂലകങ്ങൾക്ക് നിർവചനം നൽകിയത് റോബർട്ട് ബോയിലാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ രാസപ്രവർത്തനം നടത്തുന്നു, അപ്പൊ വിഘടിച്ച് ഘടകങ്ങളാക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളെ നമുക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കാം. എക്സാമ്പിൾ എന്താണ്? ഹൈഡ്രജൻ, ഓക്സിജൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. നമുക്ക് രാസപ്രവർത്തനം നടത്തിയാൽ പോലും ഇതിനെ വിഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഘടകങ്ങളാക്കാൻ നമുക്ക് ഇതിനെ ഇനി ഘടകങ്ങളാക്കാൻ പറ്റില്ല. അങ്ങനത്തതിനെയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതാണ് മൂലകം. അപ്പോൾ രാസപ്രവർത്തനങ്ങളിലൂടെ 2ഓ അതിലധികമോ മൂലകങ്ങൾ ചേർന്നാൽ നമുക്ക് എന്ത് ലഭിക്കും? സംയുക്തങ്ങൾ കിട്ടും. മൂലകം എന്താണെന്ന് മനസ്സിലായി. ആറ്റം എന്താണെന്ന് അറിയാമല്ലോ. ഇനി വിഭജിക്കാൻ പറ്റാത്ത ഏറ്റവും കുഞ്ഞു സാധനമാണ് ആറ്റം. ജോൺ ഡാൾട്ടൺ ആണ് കണ്ടെത്തിയത്. രാസപ്രക്രിയ നടക്കുന്നു, വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൂലകങ്ങൾ എന്ന് പറയുന്നത്. സംയുക്തങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? രാസപ്രവർത്തനം നടത്തി 2ഓ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ്. ഇപ്പൊ Naയും Clഉം കൂടെ ചേർന്നു, 2 പദാർത്ഥം ചേർന്നു, ഒരു സംയുക്തം ഉണ്ടായി, NaCl ഉപ്പ്. ഇനി ഹൈഡ്രജനും ഓക്സിജനും 2 മൂലകങ്ങൾ ചേർന്നു, സംയുക്തം ഉണ്ടായി, H2O വാട്ടർ. ക്ലിയർ ആണ്. ഇതിനെയാണ് നമ്മൾ മൂലകങ്ങൾ, സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മൂലകങ്ങൾക്ക് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രതീകങ്ങൾ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സിംപിൾസ് നൽകിയത് ആരാണ്? നമ്മുടെ ഉത്തരം ബേസിലിയസ് ആണ്. നമ്മുടെ ആൻസർ എന്താണ്?
ബേസിലിയസ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ സിംബലുകളൊക്കെ മൂലകങ്ങൾക്ക് നൽകിയത്. ബേസിലിയസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കണ്ട ശുദ്ധപദാർത്ഥങ്ങൾ. ഇവയിലെ രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് നമുക്ക് ശുദ്ധപദാർത്ഥങ്ങളാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ മൂലകങ്ങൾ എന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് ഹൈഡ്രജൻ. എന്നാൽ നമ്മുടെ പഞ്ചസാരയിലെ C6H12O6 ഇതല്ലേ പഞ്ചസാര, ഗ്ലൂക്കോസ്, ഇതിനെ നമുക്ക് ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റും. കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ ഇങ്ങനെ ഘടകങ്ങളാക്കി തിരിച്ചു മാറ്റാൻ പറ്റും. അതുപോലെ വെള്ളത്തിനെ എടുത്ത് വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജൻ, ഓക്സിജൻ ഇങ്ങനത്തെ എലമെന്റ്സ് ആക്കി മാറ്റാം എന്ന് ഹംഫ്രി ഡേവി കണ്ടെത്തി. അപ്പൊ പഞ്ചസാരയുടെ ഘടകങ്ങളാണ് C6H12O6. അപ്പോൾ കാർബൺ, ജലം, അതുപോലെ തന്നെ ജലം എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും വരുന്നുണ്ട്. പഞ്ചസാര C6H12O6 ആണ്. ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഇത്രയാണ് വരുന്നത്. ഓക്സിജൻ കത്തി ജലമുണ്ടാകുന്നു ഇങ്ങനെ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഇതൊക്കെ സ്കൂൾ ബുക്കിലെ കാര്യങ്ങളാണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് വെച്ചത്. കണ്ട് ഇവിടെ നമ്മൾ സ്കൂൾ ബുക്കിലെ ഈ ഒരു മൂലകങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ ആദ്യം തന്നെ സ്കൂൾ ബുക്കിൽ ഇങ്ങനെ ഹംഫ്രി ഡേവി വിഭജിക്കാം എന്ന് പറഞ്ഞ കാര്യമൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ആ പോയിന്റ് പ്രത്യേകം എടുത്തത്. അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാണ്ടായി പോയാലോ. ഇനി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജൻ, ഓക്സിജൻ ആയിട്ടൊക്കെ വിഭജിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ പഠിച്ചത്? എന്താണ് മൂലകം? മൂലകം എന്ന് വെച്ചാൽ ഇനി വിഭജിക്കാൻ പറ്റുമോ? ഇല്ല. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ശുദ്ധപദാർത്ഥങ്ങളെ മൂലകങ്ങൾ എന്ന് പറയാം. രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെ സംയുക്തങ്ങൾ എന്ന് പറയാം. NaCl ഉപ്പ്, വെള്ളം H2O വെള്ളം, ഇതൊക്കെയാണ്. ഇനി പ്രതീകങ്ങൾ നൽകിയത് ബേസിലിയസ് ആണ്. അപ്പൊ ഇദ്ദേഹം ആദ്യകാലങ്ങളിലെ ചിത്രങ്ങളാണ് മൂലകങ്ങളുടെ പ്രതീകമായിട്ടൊക്കെ കൊടുത്തത്. പിന്നീട് ബേസിലിയസ് ആണ്, സ്വീഡിഷുകാരനായ ഇദ്ദേഹമാണ് മൂലകങ്ങൾക്ക് പേര് കൊടുക്കുന്നത്. ഒരു സിംപിൾസ് അതേ ലെറ്റേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ബേസിലിയസ് 4 മൂലകങ്ങൾ കണ്ടുപിടിച്ചു. 4 കണ്ടുപിടിച്ചത് ആരാണ്? ബേസിലിയസ് ആണ്. ബേസിലിയസ് കണ്ടുപിടിച്ചത് സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ. വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് പ്രതീകം ഇംഗ്ലീഷിൽ സിംപിൾസ്, നമ്മൾ കാർബണിന് C എന്നും ഓക്സിജന് O എന്നും ഹൈഡ്രജന് H എന്നും ഹീലിയത്തിന് He എന്നും ഒക്കെ കൊടുക്കാൻ കാരണം ബേസിലിയസ് ആണ്. നമ്മുടെ പീരിയോഡിക് ടേബിൾ കുറച്ചും കൂടി സിമ്പിൾ ആക്കി തന്നത് ബേസിലിയസ് ആണ്. ബേസിലിയസ് സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ ഇത്രയും കണ്ടുപിടിച്ചു. 4 മൂലകങ്ങൾ കണ്ടെത്തി. ആരെയൊക്കെ കണ്ടുപിടിച്ചത്? സാറിനെ ഓർക്കാലോ. സാറ് എന്ത് ചെയ്തു? സാറ് സെലീനയെ എന്ത് ചെയ്തു? സാറുണ്ട്, സെലീനയുണ്ട്, സെലീന. തല്ലീന്ന് ഓർക്കാം, തോറിയം അല്ലെങ്കിൽ പോറിയിട്ടു, അങ്ങനെയൊക്കെ ഓർക്കാം. അപ്പൊ സെലീനിയം സെലീന, സെലീനിയത്തിൽ തന്നെ സിലിക്കൺ ഓർക്കാം, സാറ് സീറിയം, എന്താണ് പോറിയിട്ടു തോറിയം. മൂലകങ്ങൾക്ക് പല രീതിയിലാണ് പേര് കൊടുത്തത്. രാജ്യങ്ങൾ ഉപയോഗിച്ചു, സ്ഥലങ്ങൾ ഉപയോഗിച്ചു, ഭൂഖണ്ഡം, സ്വഭാവ ഗുണങ്ങൾ, ശാസ്ത്രജ്ഞരുടെ പേര്, ഗ്രഹങ്ങളുടെ പേര്, ഉപഗ്രഹങ്ങൾ, ഇങ്ങനെ എന്തൊക്കെയാണോ കാണുന്നത് പലതും ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റാൻഡർഡൈസ് ചെയ്താണ് പേരുകൾ കൊടുത്തത്. രാജ്യത്തിന്റെ പേര് പോളണ്ട് എന്ന രാജ്യം കണ്ടുപിടിച്ചപ്പോൾ പൊളോണിയം. ശാസ്ത്രജ്ഞയുടെ പേര് കൊടുത്തു മേരി ക്യൂറിയം. നിറത്തിന്റെ പേര് കൊടുത്തു ക്രോം എന്ന നിറം, ക്രോമിയം. ഇൻഡിഗോ, ഇൻഡിയം. അടുത്തത് നെപ്റ്റ്യൂണിയത്തിന് പേരിട്ടത് ഗ്രഹത്തിൽ നിന്നാണ്. യൂറോപ്യത്തിന് പേരിട്ടത് അതും ഭൂഖണ്ഡം, യൂറോപ്പ്, വൻകര, അങ്ങനെയാണ്. ക്ലിയർ ആണ്? അപ്പൊ രാജ്യങ്ങളുടെ പേര്, ശാസ്ത്രജ്ഞരുടെ പേര്, നിറങ്ങള്, ഗ്രഹങ്ങളുടെ പേര്, ഭൂഖണ്ഡങ്ങളുടെ പേര്, അങ്ങനെ പല രീതിയിലാണ് പേരിടിൽ നടത്തിയത്. ക്ലിയർ അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? വാതക നിയമങ്ങൾ പഠിച്ചു. ഇപ്പൊ നമ്മൾ അക്വാ റീജിയ പഠിച്ചു. ഇപ്പൊ നമ്മൾ മൂലകങ്ങളിലേക്ക് വരികയാണ്. എന്താണ് മൂലകങ്ങൾ?
എങ്ങനെയാണ് പേരിട്ടത്? സെലീനിയവുമുണ്ട്, സീസിയവുമുണ്ട്, തോറിയവുമുണ്ട്, സിറീനിയമുണ്ട്. ക്ലിയർ ആണ്. സിലിക്കൺ ജെർമേനിയം അല്ലേ നമ്മളുടെ IC ചിപ്പുകൾ. അപ്പോൾ സിലിക്കൺ, ജെർമേനിയം എന്ന് പറയുമ്പോൾ സിലിക്കൺ ഉണ്ട്, സെലീനിയം ഉണ്ട്, തോറിയം, സീറിയം. ഇത് രണ്ടും ഒരേ പ്രാസമല്ലേ, തോറിയം, സീറിയം. മറ്റേത് സാല അല്ലേ, സിലിക്കൺ, സെലീനിയം. ഇനി PS ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാർബൺ C ആണ് ആദ്യ ലെറ്റർ, അങ്ങനെ കൊടുത്തു. ഓക്സിജൻ O ആദ്യ ലെറ്റർ, നൈട്രജൻ N, ഹൈഡ്രജൻ H, സൾഫർ S. അപ്പൊ ആദ്യ പേര്, ലെറ്റേഴ്സിന്റെ ആദ്യ പേരിട്ടു. പിന്നെ നമ്മൾ രാജ്യത്തിന്റെ പേരിട്ടു. പിന്നീടോ നിറത്തിന്റെ പേരിട്ടു. ക്ലോറിൻ, പച്ച നിറമാണ്, അതുകൊണ്ടാണ് ക്ലോറിൻ ആ പേര് കിട്ടിയത്. ഇനി ഗ്രഹങ്ങളുടേത്, ഭൂഖണ്ഡങ്ങളുടേത് ഒക്കെ പേരിട്ടാണ് നമ്മൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കാൽഷ്യം Ca ഇംഗ്ലീഷ് നാമത്തിൽ നിന്ന് പേരിട്ടു. ഇംഗ്ലീഷ് നാമത്തിൽ നിന്നാണ് ഇവിടെയും പേരിട്ടിരിക്കുന്നത്. കാൽഷ്യം, ക്ലോറിൻ, ക്രോമിയം, ബ്രോമിൻ ആൻഡ് ബെർലിയം. ഇനി ലാറ്റിൻ നാമത്തിൽ നിന്ന് പേരിട്ടു. ഇപ്പൊ സോഡിയത്തിന് S ഇടാൻ പറ്റുമോ? സൾഫർ ഓൾറെഡി S ആണ്. പൊട്ടാസ്യത്തിന് P ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് പേര് മാറ്റി പിടിക്കുകയാണ്, ലാറ്റിൻ വേർഡ്സ് എടുത്തു. സോഡിയം നാട്രിയം ആണ്, അപ്പൊ Na. പൊട്ടാസ്യം കാൽസ്യം ആണ്, അപ്പൊ Ka. കോപ്പർ കുപ്രം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് C. അയൺ ഫെറത്തിൽ നിന്നാണ് എടുത്തത്, Fe. ക്ലിയർ ആണ്. അപ്പൊ ലാറ്റിൻ നാമത്തിൽ വെച്ച് പേരിട്ടോ, ഇംഗ്ലീഷ് നാമത്തിൽ വെച്ച് പേരിട്ടോ, അത് കഴിഞ്ഞിട്ടോ രാജ്യം, ശാസ്ത്രജ്ഞർ, പിന്നെയോ ഭൂഖണ്ഡം, ഗ്രഹങ്ങൾ, നിറങ്ങൾ, ഇതൊക്കെ വെച്ച് പേരിടൽ നടത്തി. ഇതാണ് നമ്മളുടെ ഒരു പീരിയോഡിക് ടേബിൾ. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇത് കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് രണ്ടും പ്രാന്തിക മൂലകങ്ങളാണ്. ഇത് നമുക്ക് സംക്രമണ മൂലകങ്ങളാണ്. P ബ്ലോക്ക് ആണ്. ഇതോ ലാന്തനൈഡ്, ആക്ടിനോയിഡ്സ്, ലാന്തനൈഡ് സീരീസ് ആൻഡ് ആക്ടിനോയിഡ് സീരീസ്. ഇതാണ് നമ്മളുടെ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ എത്ര പീരീഡ് ഉണ്ട്? 7. എത്ര ഗ്രൂപ്പുകളുണ്ട്? 18. ക്ലിയർ ആണ് പീരിയോഡിക് ടേബിൾ. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ പറയുക. പീരിയോഡിക് ടേബിളിൽ എത്ര പീരീഡ് ഉണ്ട്? 7. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ്. അപ്പോൾ S ബ്ലോക്ക് ഉണ്ട്, P ബ്ലോക്ക് ഉണ്ട്, അതുപോലെയോ D ബ്ലോക്ക് ഉണ്ട്, ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ, പിന്നെ ലാന്തനൈഡ്സും ആക്ടിനോയിഡ്സും ഉണ്ട്. ക്ലിയർ? അപ്പൊ നമ്മൾ മൂലകത്തെ കുറിച്ച് പഠിച്ചു. മൂലകം എവിടെ നിന്നൊക്കെ പേരിട്ടു, ഏതൊക്കെ രാജ്യങ്ങൾ, ഏതൊക്കെ വ്യക്തികൾ, അതൊക്കെ നോക്കി. ബേസിലിസ് ആണ് പേര് കൊടുക്കൽ. ഈ ഒരു ബേസിലിസ് ആണ് കുറച്ച് 4 മൂലകങ്ങളെയൊക്കെ കണ്ടെത്തി. ഇങ്ങനെ മൂലകങ്ങൾക്ക് ബേസിലിസ് കണ്ടുപിടിച്ചത് സെലിനിയം, തോറിയം, സീറിയം, സിലിക്കൺ ഇവയാണ്. ക്ലിയർ ആണോ? എങ്കിൽ ഞാനൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. പീരിയോഡിക് ടേബിളിൽ എത്ര പീരീഡ് ഉണ്ട്? പീരിയോഡിക് ടേബിളിൽ എത്ര പീരീഡ് ഉണ്ട്? രണ്ടാമത്തെ ചോദ്യം, ഹൈഡ്രോളിക് ജാക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? മൂന്നാമത്തെ ചോദ്യം, പ്രതീകങ്ങൾ കണ്ടെത്തിയത് ഏത് ശാസ്ത്രജ്ഞനാണ്? പ്രതീകങ്ങൾ കണ്ടെത്തിയത് ഏത് ശാസ്ത്രജ്ഞനാണ്? ഇനി ഈ ബേസിലിസിന്റെ ഉറപ്പാണ് കേട്ടോ ചോദിക്കാൻ സാധ്യതയുണ്ട്. സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ട ഒരു ചോദ്യം, അക്വാറീജിയ രാജകീയ ദ്രാവകം ലയിപ്പിക്കുന്നത് എന്തിനൊക്കെയാണ്? ഓക്കെയാണ്, ക്ലിയർ ആണ്. മൂലകങ്ങൾ കണ്ടെത്തിയത് ആര്? റോബർട്ട് ബോയിൽ. എലമെന്റ്സ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഡൗട്ടുള്ളവർ ചോദിക്കണേ. നമ്മളൊരു 1 അവർ എന്ന് പറയുമ്പം മാക്സിമം കാര്യങ്ങൾ പഠിക്കുകയാണ് കേട്ടോ. വളരെ മികച്ച രീതിയിൽ എല്ലാം പോയിന്റുകൾ, എക്സാമുകളുടെ ഒരു സ്ഥിരം ചോദ്യങ്ങൾ, സിലബസ് അനുസരിച്ച് മാക്സിമം പോയിന്റ് നിങ്ങളിലേക്ക് എത്തുകയാണ്. മണ്ണുമാന്തി യന്ത്രം ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൗണ്ട് കേട്ട് ഉച്ചയാണ്ടിരുന്ന് ഉറങ്ങുവാണോ ആരെങ്കിലും?
എല്ലാവരും കമന്റ് ചെയ്യണേ. നിങ്ങളുടെ വേഗവിരലുകൾ വേഗത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, ഭയങ്കര വേഗത്തിൽ ടൈപ്പ് ചെയ്ത നല്ല കമന്റ് ഒക്കെ ചെയ്ത് ഉഷാറായിട്ടിരിക്കണം. നമുക്ക് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നല്ലേ, എക്സാമിന്റെ ഒരു സമയമൊക്കെ അവർ പറഞ്ഞു, ടെൻഡേറ്റീവ് ഡേറ്റ്സ് ഒക്കെ വന്നു, സിലബസ് ഒക്കെ വന്നു. നമ്മൾ ഇങ്ങനെ അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക, ഉറങ്ങരുത്. എക്സാം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉണർന്നോളും. എക്സാം 2 വട്ടം ആലോചിച്ചാൽ മതി ഉറക്കം വരുന്നവര്. പൊളോണിയം, പോളണ്ട് എന്ന രാജ്യം. ഓക്കെ. ക്യൂറിയം, മേരി ക്യൂറിയിൽ നിന്നാണ്, ശാസ്ത്രജ്ഞയാണ്. ക്രോമിയം, ക്രോം ആ ഒരു നിറത്തിൽ നിന്നാണ്. ഇൻഡിയം, ഇൻഡിഗോ ആ നിറത്തിൽ നിന്നാണ്. ക്ലോറോ, പച്ച നിറം, ക്ലോറിൻ ആ പേര് കിട്ടി. നെപ്റ്റ്യൂണിയം, നെപ്റ്റ്യൂൺ എന്ന ഗ്രഹം. യൂറോപ്പിയം, യൂറോപ്പ് എന്ന ഭൂഖണ്ഡം. പിന്നെ കാർബണിന്റെ ആദ്യ ലെറ്റർ ആണ്, ഓക്സിജൻ ആദ്യ ലെറ്റർ ആണ്, നൈട്രജൻ ആദ്യ ലെറ്റർ ആണ്, ഹൈഡ്രജൻ ആദ്യ ലെറ്റർ ആണ്, സൾഫർ ആദ്യ ലെറ്റർ ആണ്. കാൽഷ്യം, സിയും എയും എടുത്തു ഇംഗ്ലീഷ് നാമത്തിൽ നിന്ന്. ക്ലോറിൻ ഇതിന്റെ CL ആണ് എടുത്തത്. ക്രോമിയത്തിൻ്റെത് സിയും ആറും ഇടയിൽ നിന്നാണ് എടുത്തത് അല്ലേ. ബ്രോമിൻ BR എടുത്തു. ബെർലിയം BE എടുത്തു. ഇനി സോഡിയം ലാറ്റിൻ നാമങ്ങളാണ്. നാട്രിയം Na, പൊട്ടാസ്യം കാലിയം K, കോപ്പർ കുപ്രം Cu, അയൺ ഫെറം Fe. അപ്പൊ ഇത് സ്കൂൾ ബുക്കിൽ തന്ന സാധനങ്ങളായതുകൊണ്ട് ഇപ്പം സോഡിയം വന്നത് ഏത് വേർഡിൽ നിന്നാണ്? നാട്രിയം, കാലിയം, അങ്ങനത്തെ രീതിയിൽ ചോദിക്കാം. നാട്രിയം, കാലിയം, കുപ്രം, ഫെറം. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും നമ്മുടെ സ്കൂൾ ബുക്കിൽ തന്ന സാധനങ്ങൾ നമ്മൾ പഠിക്കാൻ ബാധ്യസ്ഥരാണ്. നാട്രിയം, കാലിയം, കുപ്രം, ഫെറം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെന്റ് രീതിയിലോ ചേരുംപടിയിലോ ഒക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നാട്രിയത്തിന്റെ കൂടെ കാലിയം വല്ല ഓപ്ഷനിൽ തരുന്നത് നിങ്ങൾക്ക് അറിയാം. ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. നാട്രിയം പോലിരിക്കും വേറെ സാധനങ്ങൾ അല്ലേ. ഇനി നമ്മുടെ പീരിയോഡിക് ടേബിൾ കണ്ടല്ലോ, ഇത്രയും മനസ്സിലായോ? ആറ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏറ്റവും ചെറിയ കണികയാണ്. ഇനി ചെറുതാക്കാൻ പറ്റത്തില്ല, ഇനി വിഭജിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന കുഞ്ഞു സാധനമാണ് ആറ്റം അല്ലേ. ആറ്റവും തന്മാത്രയും ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്നതാണ്. ഇനി ആറ്റമാണ് ഏറ്റവും ചെറുത്. ആറ്റമോസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇത് വിഭജിക്കാൻ കഴിയില്ല. ജോൺ ഡാൾട്ടൺ ആണ് കണ്ടെത്തിയത് എന്ന് നമുക്കറിയാം. എന്നാൽ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളെ തന്മാത്രകൾ എന്ന് വിളിക്കാം. എന്താണ് തന്മാത്ര? സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന, സ്വതന്ത്രമായിരിക്കണം, ഒറ്റയ്ക്ക് ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കാൻ പറ്റണം, സ്ഥിരതയും ഉണ്ടായിരിക്കണം, ഇച്ചിരി നാൾ കഴിയുമ്പോൾ അങ്ങ് പോകരുത്. ഇപ്പൊ നമ്മൾ മെമ്മറീസ് പഠിക്കുമ്പം റാം താൽക്കാലിക മെമ്മറിയാ, റോം സ്ഥിര മെമ്മറിയാന്ന് പറയും. അതുപോലെ സ്ഥിരമായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം. അപ്പോൾ സ്വതന്ത്രമായി സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. ഒക്കെയാണ്. അപ്പൊ നമ്മൾ എലമെന്റ്സ്, മൂലകങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. മൂലകങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചു. എന്താണ് മൂലകങ്ങൾ? രാസപ്രവർത്തന വേളയിൽ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ്. ഇനി ഒന്നിലധികം മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്നത് സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ്. അപ്പൊ മൂലകങ്ങൾക്ക് പേര് കൊടുത്ത രീതിയൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് കണ്ടത്? ആറ്റവും തന്മാത്രയും. തന്മാത്ര എന്താണ്? സ്വതന്ത്രമാണ്, സ്ഥിരമാണ്, കുഞ്ഞു സാധനമാണ് തന്മാത്ര. ഏകട്ടോമിക് തന്മാത്രയുണ്ട്, അതായത് ഒരാറ്റം മാത്രമുണ്ട്, അതിനെ ഏകട്ടോമിക്. ദ്വയട്ടോമിക് ആണെങ്കിലോ 2 ആറ്റങ്ങൾ ചേർന്നതാണ് ദ്വയട്ടോമിക്. ബഹു അട്ടോമിക് ആണെങ്കിലോ 2ൽ കൂടുതൽ, ഒന്നാണെങ്കിൽ ഏകട്ടോമിക്, 2 ആണെങ്കിൽ ദ്വയട്ടോമിക്, 2ൽ കൂടുതലാണെങ്കിലോ ബഹു അട്ടോമിക് തന്മാത്രകൾ. ഓക്കെ ആണ്. അപ്പൊ സംയുക്ത തന്മാത്രകൾ കണ്ടില്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഏകമാണോ? അല്ല. ഓക്സിജൻ എന്ന് വെച്ചാൽ ഏകം, ഹൈഡ്രജൻ എന്ന് വെച്ചാൽ ഏകം, നൈട്രജൻ എന്ന് വെച്ചാൽ ഏകം, ഒറ്റ തന്മാത്ര മാത്രമാണ്. എന്നാൽ ബഹു അട്ടോമിക് വരുമ്പോൾ H2SO4, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ ഇതെല്ലാം. ദ്വയ അട്ടോമിക് ആണ്, കാർബൺ ഓക്സിജൻ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ക്ലോറിൻ, ജലം H2O, പഞ്ചസാര ബഹു അട്ടോമിക് ആണ്, C6H12O6 ഗ്ലൂക്കോസ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏകട്ടോമിക് എന്ത്, ബഹു അട്ടോമിക് എന്ത് എന്ന് മനസ്സിലായി. ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലാകുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് ദയവായി കമന്റ് ചെയ്യുക. നല്ലതായിട്ട് വെയിലടിക്കുന്നുണ്ടല്ലേ.
കമൻറ്റ് ഇവിടുന്നാന്ന് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ, എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഞാൻ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് വേഗം ഒന്നും കൂടെ കാണിച്ചു തരാം. വാതകമർദ്ദം, വാതക വ്യാപ്തം, ആ പാത്രത്തിന്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏത് പാത്രത്തിലാണോ അതായിരിക്കും വ്യാപ്തം. മർദ്ദം എന്ന് വെച്ചാലോ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെ മർദ്ദം എന്ന് വിളിക്കുന്നു. എന്നാൽ യൂണിറ്റ് പരപ്പളവിലെ ബലം എന്താണ്? ഈ ബലത്തെയാണ് മർദ്ദം എന്ന് വിളിച്ചത്. ബലം എന്താണ്? പ്രതല ബലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ബൈ പ്രതലത്തിന്റെ പരപ്പളവാണ്. താപനിലയോ ശരാശരി ഗതികോർജം. വ്യാപ്തവും മർദ്ദവും റോബർട്ട് ബോയിൽ. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. വി പ്രൊപ്പോർഷണൽ ടു 1/p, വിപരീത അനുപാതം. ഇവിടെയാണ് നമ്മൾ അക്വേറിയത്തിന്റെ കാര്യം കണ്ടത്. ഇനി വ്യാപ്തവും താപനിലയും പറയുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. വി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. ഇവിടെ നമ്മൾ ബലൂൺ പൊട്ടുന്നതാണ് കണ്ടത്. ഇനി വി പ്രൊപ്പോർഷണൽ ടു n അവഗാഡ്രോ നിയമമാണ് നമ്മൾ കണ്ടത്. പിന്നീട് നമ്മൾ പാസ്കൽ നിയമം കണ്ടു. അത് എവിടെയെങ്കിലും ഒരു ബലം അപ്ലൈ ചെയ്താൽ ഫുൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ബ്ലേസ് പാസ്കൽ കണ്ടെത്തി. പ്രതലബലം ബലം വിസ്തീർണമാണ് പാസ്കൽ നിയമം മർദ്ദം എന്ന് പറയുന്നത്. ഇനി മർദ്ദം നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, പ്രതലബലം ബൈ വിസ്തീർണം അല്ലേ മർദ്ദം. ഓക്കെ, ബ്ലേസ് പാസ്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഇതിന് എക്സാമ്പിൾ ആണ്. മണ്ണുമാന്തി ഇതിന് എക്സാമ്പിൾ ആണ്. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ് ഇതിന് എക്സാമ്പിൾ ആണ്. ഫ്ലഷ് ടാങ്ക് ഇതിന് എക്സാമ്പിൾ ആണ്. എക്സാമിന്റെ ചോദ്യം. ബെർണോളി എന്താണ്? ബെർണോളി എന്ന് വെച്ചാൽ വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. വിമാനം, പക്ഷികള്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ബെർണോളി. റോക്കറ്റ് ഓക്കെ. നമ്മുടെ കാറിന്റെ എയ്റോഡൈനാമിക്സ് ബെർണോളി തത്വമാണ് എന്ന് ഓർക്കുക. അക്വാറീജി എന്താണ്? HNO3 HCl, രാജദ്രാവകം. പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. മെയിൻ ഇത്രയേ ഉള്ളൂ. HNO3 HCl കണക്ട്, ഇത് തമ്മിലുള്ള മിക്സപ്പ് ആണ്. 1:3 ആണ്. സ്വർണത്തെ ലയിപ്പിക്കുന്നു. സ്വർണം, പ്ലാറ്റിനം, പലേഡിയം തുടങ്ങിയ സാധനങ്ങൾ ലയിക്കുന്നു. ഇതിന് IUPAC നെയിം നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത്രയാണ് മെയിൻ. പിന്നെ ഞാൻ കുറച്ച് അഡീഷണൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി 99.99% ശുദ്ധമായ സ്വർണം നമുക്ക് ഇതിനകത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ നമ്മൾ മൂലകങ്ങളിലേക്ക് വന്നു. എന്താണ് മൂലകങ്ങൾ പഠിച്ചു. പിന്നെ പ്രതീകങ്ങൾ എങ്ങനെ കൊടുത്തു. ബെർസിലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങൾ ഏതൊക്കെ? ഓക്കെയാണ്. സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് ബെർസിലിയസ്. മൂലകങ്ങൾക്ക് പേര് വന്ന വഴികളും കണ്ടു. പിന്നെ നമ്മൾ എന്താണ് തന്മാത്ര, എന്താണ് സംയുക്തം, ബഹു അറ്റോമിക്, ദ്വയാറ്റോമിക്, ഏകഅറ്റോമിക് തന്മാത്രകൾ എന്താണ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഓക്കെയാണ്. മാക്സിമം കാര്യങ്ങൾ 1 hour കൊണ്ട് എന്തുമാത്രം നമുക്ക് പഠിക്കാൻ പറ്റുന്നതിനപ്പുറം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആകുന്നുണ്ടോ? യൂസ്ഫുൾ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, നിങ്ങളുടെ സമയം ഒട്ടും കളയത്തില്ല. കാരണം നമുക്ക് ഏറ്റവും പ്രീഷ്യസ് ആണ് ടൈം. മാക്സിമം പോയിന്റ് നമ്മൾക്ക് കിട്ടണം. അത് വേണ്ട പോയിന്റ് ആയിരിക്കണം. അല്ലാണ്ട് കുറേ ചവറുകൾ വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ട എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള, ഇതിനു മുമ്പ് പലതവണ ചോദിച്ചിട്ടുള്ള പോയിന്റുകൾ നമ്മളിലേക്ക് എത്തണം. അപ്പോൾ ക്വാളിറ്റി ഓഫ് ടൈം ആണ് നമ്മൾ ഇനി മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ദയവായി കമൻറ്റ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം LDC 2024 ആണ്. നമ്മളത് നേടിയെടുക്കും.